ക്ലാസ്, ജാഗ്രത സ്കൂൾ പോലുള്ള ഓരോ ചെറിയ ചെറിയ പ്രദേശത്തും യൂണിറ്റ് അടിസ്ഥാനത്തിൽ ഡിവൈഎഫ്ഐയുടെ സംഘടനാ തലത്തിൽ ഓരോ യൂണിറ്റ് അടിസ്ഥാനത്തിലും ഓരോ യുവജന സ്കൂളിനെ കണ്ടെത്തി ആ നാട്ടിലെ ഇതുപോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നവരെയും അത് വിൽപ്പന നടത്തുന്നവരെയും കണ്ടെത്തുകയും അവരെ നിയമത്തിന് മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രയത്നമാണ് ഡിവൈഎഫ്ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ജനകീയമായ ഒരു അറിയിപ്പാണ് ഈ ജാഗ്രത പരേഡ് ചെയ്യുന്നത് എന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പാകെ അറിയിക്കണം. നമ്മൾ പലപ്പോഴും ഒരു ചെറിയ ഡോസായി തുടങ്ങിയ സാധനം വളർന്ന് വലുതായി ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന ഇതാണ് നമ്മൾ കാണുന്നത്. തുടക്കത്തിൽ പിയർ ഗ്രൂപ്പ്, നമ്മുടെ സൗഹൃദ വലയങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ എടുക്കുന്ന ഒരു പമ്പ് അല്ലെങ്കിൽ ഒരു സിപ്പ്, അത് നമ്മളെ എത്തിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയില്ല. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞ് ഞാൻ നിർത്താമെന്ന് വിചാരിക്കുന്നു. ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്. ഞാൻ നേരത്തെ എൻ്റെ ഇതുപോലുള്ള ക്ലാസ്സിൽ കേട്ടവർക്ക് ചിലപ്പോൾ ആവർത്തന വിരസത തോന്നിയേക്കാം. 2012 തിരൂർ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സംഭവം ഉണ്ടായി. അതായത് തെരുവ് ഇതുപോലെയുള്ള ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന് പണിയെടുക്കുന്ന ജോലിയെടുക്കുന്ന ആളുകളുണ്ട്. അവർ സ്വന്തമായിട്ട് വാടകയ്ക്ക് താമസിക്കാതെ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന ബിൽഡിങ്ങുകളുടെ ഉള്ളിലാണ് താമസിക്കുക. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് രാത്രിയിൽ അവിടെ തിരൂരിലെ ആ ടൗണിന് തൊട്ടുപുറത്തുള്ള ഒരു കടയുടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു കടയുടെ അതിൽ അവർ കിടന്നുറങ്ങുന്നു. അമ്മയുണ്ട്, 3 വയസ്സുകാരിയായ മകളുണ്ട്, അച്ഛനും. ആ കിടന്നുറങ്ങുന്ന ഇതിൽ രാത്രിയിൽ ഈ അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന അല്ലെങ്കിൽ അമ്മയോട് ചേർന്ന് കിടന്നുറങ്ങുന്ന 3 വയസ്സുകാരിയായ മകളെ അമ്മയുടെ മടിയിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി മൃഗീയമായി ബലാത്സംഗം ചെയ്തു. അങ്ങനൊരു സംഭവം ഉണ്ടായി. ഇംഗ്ലീഷിൽ ബ്രൂട്ടൽ എന്ന് വാക്കുണ്ട്. അതിനീചമായ പ്രവൃത്തി. ബ്രൂട്ടൽ എന്ന വാക്ക് ഇംഗ്ലീഷിൽ പോരാ. കാരണം അതിൻ്റെ ആ വൂണ്ട് സർട്ടിഫിക്കറ്റ്, അതായത് ഇത് പരിശോധിച്ചാൽ പോലീസിൻ്റെ ഭാഗമായി നടത്തിയിരിക്കുന്ന പരിശോധനയുടെ അല്ലെങ്കിൽ ഡോക്ടർ പരിശോധിച്ച സർട്ടിഫിക്കറ്റ് അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ബ്രൂട്ടൽ എന്ന് പറയുന്ന വാചകം പോരാ. അത്രയ്ക്ക് നികൃഷ്ടമായിരുന്നു ആ കൃത്യം. ആ കൃത്യം നടന്ന കഴിഞ്ഞ് അതിലെ പ്രതിയെ ബംഗ്ലാദേശ് കോളനി എന്ന് പറയുന്ന കോഴിക്കോട്ട് നിന്ന് ബംഗ്ലാദേശ് കോളനിയിൽ പിടിച്ചു കൊണ്ടുപോയി നമ്മൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ചോദിച്ചേ നമ്മുടെ ആത്മരോഷം, എൻ്റെ സഹോദരിയായ അല്ലെങ്കിൽ എൻ്റെ മകളുടെ പ്രായമുള്ള ഈ കുട്ടിക്ക് വന്ന അനുഭവത്തിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള എനിക്കും ആത്മരോഷമുണ്ട്. അപ്പോൾ ആ ആത്മരോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചത്, നിനക്കൊക്കെ നീയൊക്കെ മനുഷ്യനാണോ എന്ന് ചോദിച്ച് അവൻ എന്നോട് പറഞ്ഞ ഒരു വാചകമുണ്ട്, സാറേ ഒരു ബീഡി. അപ്പം ഞാനവരോട് ചോദിച്ചു, കുട്ടിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. എന്താണ്, ഈ പിഞ്ചു കുഞ്ഞിനോട് നിനക്ക് കാമവെറി തോന്നണമെങ്കിൽ നീ മൃഗമല്ലാതെ വേറെന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ ഫോട്ടോയിലേക്ക് നോക്കി ആ സമയത്ത് അവൻ്റെ മനസ്സ് കുറ്റബോധമുണ്ട്. അവൻ ശരിയായ മനുഷ്യനാണ്. അതായത് നേരിട്ടുള്ള ലഹരിക്കോ മറ്റൊന്നിനോ അടിമപ്പെടാത്ത ഒരു സാധാരണ മനസ്ഥിതിയിലാണ് അവൻ നിൽക്കുന്നത്. അപ്പൊ അവന് എന്തുണ്ട്, കുറ്റബോധമുണ്ട്. അപ്പൊ അവൻ പറഞ്ഞു, സാറേ എനിക്കൊന്നും ഓർമ്മയില്ല, ഒരു കഞ്ചാവ് പീടിയാണ് എന്നെ ആ കുറ്റകൃത്യത്തിലേക്ക് നയിച്ചത് എന്നാണ് അവൻ പറഞ്ഞ മറുപടി. ഇതാണ് ലഹരിയുടെ അവസ്ഥ. നാളെ ഇത്തരത്തിലുള്ള ഒരു അനുഭവം 3 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ 4 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി, 5 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ ദുരന്തം കരുവാരക്കുണ്ടിൽ വേണോ? നിങ്ങളുടെ മുമ്പാകെ, എൻ്റെ മുമ്പാകെ ഇരിക്കുന്ന എൻ്റെ സഹോദരന്മാരോട് ഞാൻ ഉന്നയിക്കുന്ന ചോദ്യം ഇതാണ്, ഇത് വേണോ എന്ന് സ്വയം ചിന്തിക്കുക. വേണ്ടെങ്കിൽ യുദ്ധത്തിനിറങ്ങേണ്ട സമയമായി. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന ശാസ്ത്രീയ വശങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കിയാലേ ഇതിന്റെ അവസ്ഥ, ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു. 3 വയസ്സുകാരിയായ ആ കുട്ടിയോട് ഇവന് കാമവെറി തോന്നാനുള്ള ഒരു മാനസികാവസ്ഥ അവൻ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് ചിന്തിച്ചാൽ അവിടെയാണ് നമ്മളുടെ യുവജന പ്രസ്ഥാനങ്ങളുടെ സാന്നിധ്യം വേണ്ടത്.
യുവജന പ്രസ്ഥാനങ്ങൾ പോലുള്ള ഡിവൈഎഫ്ഐ പോലുള്ള പ്രസ്ഥാനങ്ങളുടെ ക്രിയാത്മകമായ ഇടപെടൽ വേണ്ടത് അവിടെയാണ്. ആ മാനസികമായ അവസ്ഥയിലേക്ക് അവനെ നയിച്ച കാര്യം എന്താണെന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ എല്ലാ പ്രവൃത്തിയെയും നിയന്ത്രിക്കുന്ന കാര്യം നമ്മുടെ തലച്ചോറാണ്. എല്ലാവർക്കും അറിയാം. ഈ തലച്ചോറിൽ തന്നെ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞ് വിലയിരുത്തി ശരിയായ കാര്യങ്ങൾ ചെയ്യാനും തെറ്റായ കാര്യങ്ങൾ ചെയ്യാനും നമ്മളെ പ്രാപ്തമാക്കുന്ന തലച്ചോറിന്റെ പല ഭാഗങ്ങളുണ്ട്. അത്തരത്തിലുള്ള തലച്ചോറിൽ സംഭവിക്കുന്ന ഭാഗങ്ങളുടെ നിയന്ത്രണം അല്ലെങ്കിൽ കടിഞ്ഞാൺ എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ടാവും. അതാണ് തലച്ചോറിന്റെ നെറ്റിയുടെ മുൻഭാഗത്തുള്ള പെരിഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗത്തിന് തൊട്ട് ചേർന്നുള്ള ഫ്രോണ്ടിക് ലോബ്. ഇതിന്റെ ശാസ്ത്രീയ പേരൊന്നും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു സാധനമുണ്ട്. ഈ സാധനമാണ് ഞാനൊരു കുറ്റകൃത്യം ചെയ്യാൻ നിലയ്ക്ക് പോകുമ്പോൾ എന്നെ അതിൽ നിന്ന് പിറകോട്ടടിക്കുന്നത്. നീ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്നെ പിറകോട്ടടിക്കുന്ന, അല്ലെങ്കിൽ ശരിയല്ലാത്തൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ പോകുമ്പോൾ എന്നെ അതിൽ നിന്ന് പിറകോട്ടടിക്കുന്ന, നിയന്ത്രിക്കുന്ന നിയന്ത്രകനാണ്, കടിഞ്ഞാണാണ് ആ ഫ്രോണ്ടിക് ലോബ്. ഇതിന്റെ വളർച്ച, ശാസ്ത്രീയമായ ഞാൻ പറയുന്നത്, ഇതിന്റെ വളർച്ച എന്ന് പറയുന്നത് വെറും 18 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കാണ്. 18 വയസ്സിന് മുമ്പതില്ല. വളർച്ച വരുന്നത് 18നും 25നും വയസ്സിനും ഇടയ്ക്കാണ്. 25 വയസ്സ് കഴിഞ്ഞാൽ അതിന്റെ വളർച്ച ഇല്ലാതെയാണ്. ഈ ഫ്രോണ്ടിക് ലോബ്, ഈ 25 വയസ്സ് കഴിഞ്ഞ് ഫ്രോണ്ടിക് ലോബ് ഡെവലപ്പ് ചെയ്ത ഒരാളാണെങ്കിലോ, അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിലോ, ഈ ലഹരി ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആദ്യം എഫക്ട് ചെയ്യുന്നത് ആ ഫ്രോണ്ടിക് ലോബിനെ ന്യൂട്രലാക്കുക എന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മൃഗവും മനുഷ്യനും തമ്മിൽ വ്യത്യാസം എന്താണ്? മനുഷ്യന് വിവേക ബുദ്ധിയുണ്ട്, മൃഗത്തിന് വിവേകമില്ല. ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പോ മേലാറ്റൂരിൽ നിന്ന് ബസ് ഇറങ്ങി ബൈക്കിലേക്ക് കയറുമ്പോൾ എനിക്ക് മൂത്രമൊഴിക്കാൻ നന്നായിട്ട് ശങ്കയില്ല. അപ്പൊ എനിക്ക് മൂത്രമൊഴിക്കണമെങ്കിൽ എനിക്ക് സ്വകാര്യമായ ഒരു സൗകര്യപ്രദമായ സ്ഥലം വേണമെന്നുള്ള ഒരു വിവേകം എനിക്കുണ്ട്. ഞാൻ ആ വിവേകം വെച്ചുകൊണ്ട് ഇവിടെ വന്ന് കരുവാരക്കുണ്ടിലെത്തി അനുയോജ്യമായ ഒരു സ്ഥലം കിട്ടുന്നത് വരെ ഞാൻ അതിനെ അടക്കി പിടിക്കും. എന്റെ ആ വികാരത്തെ, എന്റെ പെരിഫ്രോണ്ടൽ കോർട്ടെക്സിൽ വരുന്ന ആ വികാരത്തെ അടക്കി നിർത്താൻ എനിക്ക് കഴിയുന്നത് ഈ ഫ്രോണ്ടിക് ലോബ് എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറിന്റെ ഭാഗമാണ്. എന്നാൽ മൃഗത്തിന് ആലോചിച്ചത്, ഒരു പശു അതിന് മൂത്രമൊഴിക്കുന്ന സമയത്ത് എന്താണ് അതും തോന്നിയാൽ ആ സമയത്ത് തന്നെ. ഇതാണ് ഫ്രോണ്ടിക് ലോബിന്റെ ഒരു പ്രകടമായ വ്യത്യാസം, മനുഷ്യനും മൃഗവും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം. ഈ ഫ്രോണ്ടിക് ലോബ് മനുഷ്യനുള്ളതാണ് മനുഷ്യന് വിവേക ബുദ്ധി ഉള്ളതാക്കുന്നത്. നമ്മൾ ഡ്രസ്സ് ധരിച്ചു പോകുമ്പോൾ എന്റെ പാന്റിന്റെ സിപ്പൊന്ന് അബദ്ധവശാൽ അഴിഞ്ഞു പോയാൽ ഞാൻ എന്റെ മനസ്സിൽ അതെന്താണ് കുറവുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ ഫ്രോണ്ടിക് ലോബിന്റെ ഡെവലപ്മെന്റ്. എന്നാൽ ഈ ഫ്രോണ്ടിക് ലോബ് ന്യൂട്രൽ ആകുന്ന ഒരവസ്ഥയുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മദ്യപിച്ച് മധുവന്നത്തരായിട്ട് യാതൊരു ബോധവുമില്ലാതെ വിവസ്ത്രരായിട്ട് കിടക്കുന്ന ആളുകൾക്കുണ്ട്. അവർക്ക് ഒരു ബോധവുമില്ല. ഒരു ബോധവുമില്ലാതെ എന്താണ് ഇവിടെ റോഡ് സൈഡിൽ എന്താണ് വിവസ്ത്രരായിട്ട് കിടക്കുന്ന എത്രയോ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവന് ഡ്രസ് ഉണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഉൾപ്പെടെ. അവിടെയാണ് ഫ്രോണ്ടിക് ലോബിന്റെ പ്രശ്നം. ഈ ഫ്രോണ്ടിക് ലോബ് എന്ന് പറയുന്ന സാധനം ഇല്ലാത്തത് കൊണ്ടാണ്, അത് ന്യൂട്രലായി പോകുന്നത് കൊണ്ടാണ് ഈ ലഹരി പൈസ കൊടുത്ത് ലഹരി വാങ്ങിച്ചുകൊണ്ട് അവൻ കൊടുത്ത പൈസ കൊണ്ട്, അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊടുത്ത് അവൻ തന്നെ വാങ്ങിയ ലഹരി ഉപയോഗിച്ചുകൊണ്ട് അവന്റെ ഫ്രോണ്ടിക് ലോബിനെ ന്യൂട്രലാക്കുന്ന വിചിത്രമായ ഒരു സംഗതിയാണ് നമ്മുടെ നടക്കുന്നത്. ഇത് കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഇതിലേക്ക് വരാം. എന്താണ് യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രസക്തിയെ പറ്റി പറയാം. ാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫ്രോണ്ടിക് ലോബിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവുമാകാം. തലച്ചോറിൽ പലതരം വൈകാരിക മസ്തിഷ്കം എന്ന് പറയും. തലച്ചോറിന്റെ വൈകാരിക, അതിന്റെ അടുത്ത ഭാഗമാണ് ഞാൻ പറഞ്ഞ കൺട്രോളിങ്, പിന്നെ എന്ന് പറയുന്ന ഭാഗം. കൺട്രോളിങ് ഞാൻ പറഞ്ഞ ഫ്രോണ്ടിക് ലോബിന്റെ ഭാഗം. വികാരം ആദ്യം വൈകാരിക മസ്തിഷ്കം, വൈകാരിക മസ്തിഷ്കം അത് പ്രകൃതിയുടെ ഒരു എന്താണ്
പരിണാമത്തിന്റെ ഒരു പ്രക്രിയയാണ് ആദ്യം. കാരണം പ്രകൃതിക്ക് എന്താണ്, പ്രകൃതിക്ക് പുതിയ പുതിയ അവന്റെ തലമുറയെ ഉണ്ടാക്കണം. ആ തലമുറയെ ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വൈകാരിക മസ്തിഷ്കമാണ് അവിടെ ആദ്യം ഡെവലപ്പ് ചെയ്തത്. പിന്നെ ഈ ഫ്രോണ്ടിക് ലോബ് എന്ന് പറയുന്ന കോഗ്നിറ്റീവ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് 18 മുതൽ 25 വയസ്സ് വരെയുള്ള സമയത്താണ്. അതുകൊണ്ടാണ് 1 മുതൽ 18 വയസ്സ് വരെയും ഉള്ള കുട്ടികളോട് നിങ്ങൾ രക്ഷിതാക്കളുടെയും അതുപോലെ അധ്യാപകരുടെയും പ്രസ്ഥാനങ്ങളുടെയും, ഞാൻ അടിവരയിട്ട് പറയുന്നു, നിയന്ത്രണത്തിലാണ് എന്ന് നമ്മൾ പറയും. അത്തരത്തിലുള്ള നമ്മുടെ കീഴിൽ വരുന്ന പ്രസ്ഥാനത്തിൽ വരുന്ന ബന്ധുക്കളെ, അല്ലെങ്കിൽ എന്താണ് സഖാക്കളെ, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ സുഹൃത്തുക്കളെ, നമ്മളുടെ അണികളെ, ഇതാണ് കാരണം, ഇതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ നിയന്ത്രണത്തിന് വിധേയമാകണം എന്ന തരത്തിലേക്കുള്ള ഒരു പോസിറ്റീവ് എനർജി പ്രവഹിക്കാൻ നമുക്കാകണം. അവിടെയാണ് വിജയം. വളരെ കഴിഞ്ഞ ദിവസം ഞാൻ 2 ദിവസം മുമ്പ് 19-ാം തീയതിയിലെ നാഷണൽ എന്ന് പറയുന്ന നാഷണൽ ഇംഗ്ലീഷ് ദിനപത്രത്തിലെ ആ ലേഖനത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഗതി, ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു ലേഖനമാണ്. അത് വൈഡ് സ്പ്രെഡിങ് ആൻഡ് എസ്കലേറ്റിംഗ് എന്നാണ് അതിന്റെ ഹെഡിങ് തന്നെ. ഡ്രഗ് ബിനാസ് പടർന്നു വരുന്നു, അല്ലെങ്കിൽ എന്താണ് പടർന്നു വരുന്നു, അത് വളരെ ക്രമാതീതമായി വർദ്ധിക്കുന്നു. നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മൾ ആരും സുരക്ഷിതരാണെന്ന് വിശ്വസിക്കേണ്ട ഒരു കാലഘട്ടമല്ല. നമ്മുടെയൊക്കെ കുട്ടികൾ ഇതിനെ അറിഞ്ഞോ അറിയാതെ, ഞാൻ പറഞ്ഞ ഫ്രോണ്ടിക് ലോബിന്റെ ഡെവലപ്മെന്റിന്റെ പ്രായമാകാത്ത കുട്ടികൾ, അവർ ഇത്തരത്തിലുള്ള തലത്തിലേക്ക് പോകും. 1 മുതൽ 18 വയസ്സ് കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള, അവർ വൈകാരികമായി ചിന്തിക്കാൻ മാത്രമേ അവർക്ക് കഴിയൂ. ആ വൈകാരികമായി ചിന്തിക്കാൻ കഴിയുന്ന കുട്ടികളാണ് കഴിഞ്ഞ ദിവസം ഇന്നിപ്പോ താഴേക്കോട് സ്കൂളില് ഒരു കുട്ടി 2 കുട്ടിയെ കുട്ടി. കാര്യം എന്താ? 10ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടി, നമ്മളൊക്കെ പഠിച്ചോണ്ടി, ഞങ്ങളുടെയൊക്കെ തലമുറ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എന്താണ്, 10ാം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അല്ലെങ്കിൽ പിരിഞ്ഞു പോകുമ്പോൾ കരഞ്ഞാണ് പോയിരുന്നത്. ഓട്ടോഗ്രാഫുകൾ പരസ്പരം കൈമാറിയാണ് പോയിരുന്നത്. ഇന്ന് ഒരു 5 വർഷമായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പോയി കാവലിൽ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? അത് എത്തുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഈ പണ്ടത്തെ നേരത്തെ ഉണ്ടായിരുന്ന പാരന്റിങ് എന്ന് പറയുന്നത്, പാരന്റിങ് അതാണ് പ്രധാനപ്പെട്ടത്. പാരന്റിങ്ങിൽ വന്ന മാറ്റം എന്താണ് മാറ്റം? ഈ ഫ്രോണ്ടിക് ലോബിന്റെ ഡെവലപ്മെന്റ് 18-നും 25-ഉം വയസ്സിനും ഇടയ്ക്കാണെന്ന് പറയുമ്പോൾ ആ വളർന്നു വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്ന അവിടെയാണ് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളുടെ പങ്ക്. ഇവരുടെ മനസ്സിലേക്ക് അവരുടെ സക്രിയമായ പോസിറ്റീവായിട്ടുള്ള ഈ ഒരു ഫ്രോണ്ടിക് ലോബിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി കൊടുക്കുന്നതായ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാൻ നമ്മുടെ പ്രസ്ഥാനങ്ങൾക്കാവണം. അവർക്ക് കൊടുക്കേണ്ടതായ കഥകൾ, ആ സമയത്തേക്ക് കവിതകളുടെയും കഥകളുടെയും നോവലിന്റെയും ലഹരി അവരിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയും. അവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുമ്പോൾ അവരുടെ വായന എന്ന് പറയുന്ന സാധനം എന്താണ്, നമ്മുടെ മനസ്സിന്റെ അല്ലെങ്കിൽ എന്താണ് ചക്രവാളം, അല്ലെങ്കിൽ ബുദ്ധിയുടെ ചക്രവാളം വികസിക്കുമെന്നാണ് ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള എഴുത്തുകാരൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരു ബുക്ക് വായിക്കുമ്പോൾ അങ്ങനെയുള്ള പോസിറ്റീവ് നമ്മളുടേതായ സമയങ്ങളിൽ, അതായത് പ്രസ്ഥാനങ്ങളുടേതായ സമയങ്ങളിൽ നമ്മുടെ വരുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമ്മുടെ കാലങ്ങളായിട്ടുള്ള ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉള്ള പ്രയത്നങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതാണ് എനിക്ക് റിക്വസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. അതിൻ്റെ ഒരു കുറവ് നല്ലവണ്ണം ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹി, ഞാൻ പറയും നമ്മുടെ വ്യത്യാസം ഞാൻ പറയാം, കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തിന്റെയും ഒക്കെ വ്യത്യാസം. കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഡൽഹിയിൽ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി പോകേണ്ടി വന്നു. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന CI പറഞ്ഞു, നമുക്കൊന്ന് അവിടുത്തെയുള്ള ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ഒന്ന് കാണാൻ പോവാണ്. അങ്ങനെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് കാണാൻ വേണ്ടി ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഞാൻ കാണുന്ന ക്യാമ്പസ് എന്താണെന്നറിയോ?
അവിടെ ചെല്ലുമ്പോൾ അതിന്റെ കുറച്ച് കുട്ടികൾ ഇങ്ങനെ 3, 4, 5 കുട്ടികൾ ഇരുന്ന പിയർ ഗ്രൂപ്പുകൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാനും എൻ്റെ കൂടെ ഞങ്ങൾ 3 പേര് CA-മാരും കൂടെ നടന്നിങ്ങനെ പോകുന്ന സമയത്ത് ഇവരെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ചർച്ച ചെയ്യുന്നത് നെരൂദ എന്ന് പറയുന്ന വിപ്ലവ കവിയുടെ കവിതകളെ പറ്റിയിട്ടുള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത്, കുട്ടികളുടെ ഇടയിൽ നടക്കുന്നത്. ക്യാമ്പസുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അവിടെ മറ്റു കാര്യങ്ങളും ഉണ്ടാകാം, പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ചർച്ച, ഈ കൂട്ടുകൂടലുകളിൽ നമുക്ക് വേണ്ടതായ സാഹിത്യങ്ങളും വേണ്ടതായിട്ടുള്ള ചർച്ചകളും വേണ്ടതായിട്ടുള്ള സൈദ്ധാന്തികമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എന്താണ് പിന്നെ സ്ഫോടനാത്മകമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സൈദ്ധാന്തികമായ, ഞാൻ പറഞ്ഞ എന്താണ് ഡിവൈഫൈ പോലെയുള്ള സംഘടനകളാകുമ്പോൾ സൈദ്ധാന്തികമായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തീർച്ചയായും ഫ്രോണ്ടിക് ലോബിന്റെ ഡെവലപ്മെന്റ് വേറൊരു തലത്തിലേക്ക് വരും. ഈ ഫ്രോണ്ടിക് ലോബിന്റെ ഡെവലപ്മെന്റ് വേറൊരു തരത്തിലേക്ക് വരാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ തേടിപ്പോകുന്നത്, അത്തരത്തിലുള്ള ആളുകൾ തേടിപ്പോകുന്നത് എന്താണ്? ലഹരിയിലേക്കായിരിക്കും. ഇതാണ് ലഹരിയുടെ വിപത്ത്. എത്ര ഉദാഹരണങ്ങൾ നമ്മൾ പലപ്പോഴും ഞാൻ ഇത് പറയാറുണ്ട്. എന്താണ് ഈ പിന്നെ ആളുകളോട് ചോദിക്കാറ്, എന്തിനു നിങ്ങൾ ഇതിന് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്താണ്, ഒരു സങ്കടം വന്നാൽ ലഹരി, സന്തോഷം വന്നാൽ ലഹരി. എന്താണ് ഞാൻ വേറെ പോയി കഴിക്കാൻ കാരണം എന്താണ്? അന്ന് ഒരു ആഘോഷമാണ്. അടുത്തൊരു ദിവസം എന്താണ്, എൻ്റെ ഒരു സന്തോഷം, ഞങ്ങളൊരു സങ്കടമാണ്, അപ്പൊ ഞാൻ ആകെ പെടപ്പാണ്, അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഓരോ ഇൻസിഡന്റിൽ തുടങ്ങി അവിടെ ഒരു ശാസ്ത്രീയതയുടെ സംഭവത്തിൽ സംഭവിക്കുന്ന അഡിക്ഷൻ അല്ലെങ്കിൽ എന്താണ് ടോളറൻസ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് സംഭവിക്കുന്ന സംഗതി എന്താണെന്ന് അത് മനസ്സിലാക്കുക. ഒരു സിപ്പ് അല്ലെങ്കിൽ ഒരു പഫ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുമ്പോൾ അതിൽ നടക്കുന്ന നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന കുറെ രാസഘടകങ്ങളുണ്ട്. ടെസ്റ്റോസ്റ്റെറോൺ അതുപോലെയുള്ള എന്താണ് കുറെ രാസഘടകങ്ങളുണ്ട്, ഡോപ്പമിൻ അതുപോലുള്ള സാധനങ്ങൾ, പ്ലഷർ ഹോർമോൺസ്, പ്ലഷർ നമുക്ക് സന്തോഷം തരും. ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ആനന്ദം അല്ലെങ്കിൽ പ്ലഷർ സംഭവിക്കുന്നത് എന്റെ ന്യൂക്ലിയസ് അക്യുമ്പസിലേക്ക് ഈ ഡോപ്പമിൻ അങ്ങനെ പ്രവഹിക്കുമ്പോഴാണ്. അപ്പൊ ഈ പ്ലഷർ നോർമൽ പ്രവൃത്തിയോടെ കിട്ടും. നമ്മളൊരു വീട്ടില് അച്ഛനുമായി സംസാരിക്കുമ്പോൾ, അമ്മയുമായി സംസാരിക്കുമ്പോൾ, സഹോദരങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ, സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ന്യൂക്ലിയസ് അക്യുമ്പസിലേക്ക് അങ്ങനെ ഡോപ്പമിൻ പ്രവഹിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് സന്തോഷം കിട്ടും, ആനന്ദം കിട്ടും. എന്നാൽ ഈ ആനന്ദം കിട്ടാൻ ഒരു കുറുക്കുവഴിയുണ്ട്. ആ കുറുക്കുവഴിയാണ് ലഹരി. അവിടെ നമ്മളൊരു പഫ് കിട്ടുമ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് എന്താണ് എൻ്റെ അമ്മയുമായിട്ട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആനന്ദം എനിക്ക് കിട്ടും, പക്ഷേ അല്ലെങ്കിൽ എന്താണ് സുഖം കിട്ടും. പക്ഷേ ആ സുഖത്തിനൊരു കുഴപ്പമുണ്ട്, അത് നൈമിഷികമായ സുഖമാണ്. ആ ഒരു സുഖം, ഒരൊറ്റ പഫ് കൊണ്ട് എനിക്ക് 500 സുഖം കിട്ടിയെങ്കിൽ അടുത്ത പഫ് വരുമ്പോൾ ആ 500 സുഖം കിട്ടണമെങ്കിൽ 2 പഫ് എടുക്കണം. അതിന് ഞാൻ ടോളറൻസ് എന്ന് പറയാം. അങ്ങനെ ആ 500 പഫ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അതിലേക്ക് പോകുമ്പോൾ അത് പിന്നെ അതില്ലാതെ വന്നാൽ ആ പഫ് എടുത്ത് കഴിഞ്ഞ് തൽക്കാലത്തേക്ക് കിട്ടിയ ആനന്ദം കഴിയുന്നതോടുകൂടി നമ്മളിൽ ഉണ്ടാകുന്ന ഒരു സമ്മതിയാണ് ഡിപ്രഷൻ. മദ്യപിച്ച് പകർന്നതരായിട്ട് ആളുകളുടെ പിറ്റേ ദിവസം കാണാറ് ഹാങ് ഓവർ, കേൾക്കുന്ന വാചകമാണ് ഹാങ് ഓവർ. ഈ ഹാങ് ഓവറിനെയാണ് എന്ത് പറയുന്നത്? ഡിപ്രസീവ് മൂഡ്. ഈ ഡിപ്രസീവ് മൂഡ് മാറാൻ വീണ്ടും എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. അടുത്തത് ഹാങ് ഓവർ വരുന്നു, അത് ഡിപ്രസീവ് ആകും, ആ ഡിപ്രസീവ് മൂഡ് പോകാൻ വീണ്ടും വരും. അങ്ങനെ ഇവൻ അഡിക്ഷനായി പോകും. അങ്ങനെ അഡിക്ഷനായി പോകുന്ന ഒരു മഹാനായ ആള് കഴിഞ്ഞ കണ്ണൂര് മരണപ്പെട്ടു. പോലീസ് പോയിട്ട് അയാളെ 174 എന്ന് പറയുന്ന ഇത് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അയാളുടെ തെരുവിൽ മരിച്ചു കിടക്കുന്ന സമയത്ത് അയാളെ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ എന്താണ് കാണുന്നത് അറിയോ? പെന്നിസിൽ സിറിഞ്ച് കുത്തി നിൽക്കുന്ന അവസ്ഥയാണ്. പെന്നിസ് നമ്മുടെ വൃഷണത്തിൽ സിറിഞ്ച് കുത്തി കയറ്റിയ അവസ്ഥയിൽ മരിച്ചു പോയതാണ്. കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കയറ്റി ഈ ടോളറൻസിന്റെയും കഴിഞ്ഞ് അഡിക്ഷന്റെ സ്റ്റേജിലെത്തി. ആ അഡിക്ഷൻ സ്റ്റേജിലെത്തി അത് നമ്മുടെ ശരീരത്തിൽ മുഴുവൻ കയറി തൊലിയിലൊക്കെ കയറാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ശരീരത്തിലെ ഏറ്റവും സോഫ്റ്റ് ടിഷ്യൂ ഉള്ള ഭാഗമാണ് ഈ വൃഷണം. ആ വൃഷണത്തിലേക്ക് കുത്തിക്കയറ്റിയപ്പോ അവിടെ വെച്ച് അപകടത്തിൽ കുറിച്ച് മരിച്ചുപോയി. ചരിത്രം വേറെ നമുക്ക് കണ്ണൂരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഡിപ്രസീവ് മൂഡ്, ഡിപ്രഷൻ ഉണ്ടാകുന്ന സമയത്ത്
ഞാൻ പറഞ്ഞില്ലേ, കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഫ് എടുത്തു കഴിഞ്ഞാൽ അടുത്തത് സംഭവിക്കാൻ പോകുന്നതാണ് ഡിപ്രഷനാണ്. അതിന്റെ ഡിപ്രഷനാണ്. ആ ഡിപ്രഷൻ മാറാൻ വേണ്ടി നമ്മൾ വീട്ടിൽ പോകുന്നു. അങ്ങനെ അഡിക്ഷനായ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ആ അഡിക്ഷനായ ഒരുത്തൻ എന്ത് ചെയ്യാണ്, അവന് കുറച്ച് സമയത്തെങ്കിലും ഈ സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ മദ്യപിച്ച ആളുകളെ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാവും. അവർക്ക് ആ സമയത്ത് അത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, വിറയലുണ്ടാവും. രാസലഹരികളും അതുപോലെയുള്ള കഞ്ചാവ് പോലെയുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ അവർക്ക് തോന്നുന്ന സാധനം വിഡ്രോവൽ സിംറ്റമാണ്. ആ സിംറ്റംസ് എന്ന് പറയുന്നത് എന്താണ്, അത് മാരകമായ ഭ്രാന്താവസ്ഥയാണ്. പാലക്കാട് ജില്ലയിൽ പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം വൈകുന്നേരത്ത് ഇതേപോലെ MDMA-യുമായിട്ട് ഒരുത്തനെ പിടിച്ചപ്പോൾ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ, ഞാൻ കോയമ്പത്തൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ട് സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ്. അമ്മയുടെ ആകെ ഒരു മകൻ വീട് മുഴുവൻ വെറ്റിപ്പെറുക്കിയിട്ടാണ് അവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നത്. ആ മകൻ അവനെ MDMA-ആയിട്ട് പിടിച്ചു കൊണ്ടുവന്നു. ഇവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ഞാൻ തലേ ദിവസം 2 ദിവസമായിട്ട് ഉറക്കമില്ലാത്തതുകൊണ്ട് അന്ന് ഞാൻ പോയി റെസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി 12 മണിയായപ്പോൾ എന്നെ വിളിക്കും. ഞാൻ വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നറിയോ, സെല്ലിൽ ആകെ ചോര മയം, നാക്കിന്റെ പകുതി കടിച്ചു മുറിച്ച് നാക്ക് പുറത്തേക്ക് എത്തുന്നത്, വിഡ്രോവൽ സിംറ്റം. അപ്പൊ അവന് ഞാനത് ശ്രദ്ധിച്ചില്ല. അതെന്റെ ഒരു അശ്രദ്ധ. വിഡ്രോവൽ സിംറ്റം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ പിന്നെ അത് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റാതെ പോയി. ഇതാണ് ലഹരിയുടെ അവസ്ഥ. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തർ ഞാൻ പറയും, നമ്മളെന്താ ചിന്തിക്കുന്നത്, കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ പലപ്പോഴും ഞാൻ പിടിക്കുന്ന സമയത്ത് പണ്ടത്തെ കാലത്ത് ഷോ വർക്കായി. ഇതൊക്കെ അയാളുടെ ഷോ വർക്ക്. ഞാൻ അടുത്തനാട്ട് കിടക്കുന്ന ഞാൻ ഇവിടെ പിടിക്കുമ്പോൾ അയാൾ എനിക്കെന്ത് ഷോ കാട്ടിലെടുത്ത് കാര്യമെന്നറിയും. നമ്മൾ ഇവിടെ നിന്ന് ഒരാളെ പിടിക്കുമ്പോൾ ഒരു ബീഡിയുമായിട്ട് പിടിക്കുന്ന സമയത്ത് ആ ബീഡി അവൻ ആര് കൊടുത്തു എന്ന് പറയുമ്പോൾ ആ ആര് കൊടുത്ത അയാളെ പിടിക്കും, അയാൾക്ക് കൊടുത്ത ആളെ പിടിക്കും. അങ്ങനെ ചെയിനായിട്ട് നമ്മൾ പിടിച്ചുകൊണ്ട് കണ്ണി ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുവരുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് പറയുന്നത് ഞാൻ പഴി കേട്ടതാണ്, അന്ന് കേട്ട പഴി എന്താണ്, സോഷ്യൽ മീഡിയ കൂടെ പഴി കേട്ടതാണ്. അയാൾ നല്ല ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിനിമയിൽ കാണുന്നത് പോലെ അയാളുടെ പേര് കിട്ടാൻ വേണ്ടി ഷോ കാണിക്കുന്നത്. എനിക്ക് പേരൊന്നും എന്താണ് എൻ്റെ പേര് അല്ലെങ്കിൽ തന്നെ കുറച്ച് നമ്മൾ ജോലി ചെയ്ത പോലീസ് സ്റ്റേഷനുകളിലൊക്കെ അത്യാവശ്യം അറിയപ്പെടുന്ന ആളാണ്, അല്ലാണ്ട് ഞാൻ വലിയൊരു പബ്ലിക് ഫിഗറൊന്നുമല്ല. നേരെ വിപരീതമായിട്ട് അമ്മ പറയുന്നു. അമ്മ പറയുന്നതിന് എതിരായിട്ട് മകൻ പറയുന്നു, അച്ഛൻ പറയുന്ന അല്ലെങ്കിൽ അച്ഛൻ മദ്യപിച്ച് വന്നിട്ട് അമ്മയെ കഴുത്ത് പിടിച്ച് പോക്കുന്ന വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലെ കുട്ടികൾ എന്തായാലും തീർച്ചയായും സംഭവിക്കും. അവർക്ക് കിട്ടുന്നതായ സ്നേഹം കിട്ടാതെ പോകുമ്പോൾ അവർ തീർച്ചയായിട്ടും സംഭവിക്കും, ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് പോകും. ഇത് പറഞ്ഞു കൊടുക്കാൻ ഇതാണ് കാരണമെന്ന് പറഞ്ഞു. ഇതുകൊണ്ടാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്. ഹെൽമെറ്റ് വെച്ചിട്ട് നമ്മൾ പോകുന്ന സമയത്ത് അടുത്ത ദിവസം ഞാനവിടെ ചെക്കിങ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്ത ആളുകളോട് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന സ്വഭാവമാണ് നമ്മുടെ. എന്തുകൊണ്ടാണ് ഹെൽമെറ്റ് ധരിക്കുന്നത്? അപ്പൊ നമ്മുടെ ഏത് നിയമവും നമ്മൾ നടപ്പിലാക്കുന്നത് എന്തിനാണ്? നിയമങ്ങൾ എന്തിനാണ്? ഹെൽമെറ്റ് എന്റെ തല സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പോലീസിന് പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടിയല്ല ഞാൻ ഹെൽമെറ്റ് കൊടുക്കുന്നത്. ഇത് എന്റെ തലയ്ക്ക് സംരക്ഷണത്തിനാണ്. തല പൊട്ടിച്ചിതറി ശബരിമലയ്ക്ക് തേങ്ങ ഉടച്ചതുപോലെ എന്റെ തലയാകാതിരിക്കാൻ വേണ്ടിയാണ് ഹെൽമെറ്റ് ധരിക്കുന്നത് എന്ന് ധരിച്ചുകൊണ്ട് ഹെൽമെറ്റ് ധരിക്കുന്നതും കരുവാരക്കുണ്ട് പോലീസിനെ പേടിച്ചിട്ട് ഹെൽമെറ്റ് ധരിക്കുന്നത് രണ്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങളെ നിയന്ത്രിക്കുന്നത് എന്തിനാണ്? നിയന്ത്രണത്തിന്റെ കാര്യം എന്തിനാണ്? 18 വയസ്സ് വരെ നിങ്ങളെ നിയന്ത്രിക്കുന്ന എന്തുകൊണ്ടാണ്? അതിൻ്റെതാണ്. നിങ്ങൾക്ക് വൈകാരിക മസ്തിഷ്കം മാത്രമേ ഉള്ളൂ. ഈ വൈകാരിക മസ്തിഷ്കം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മാത്രമേ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു അവസ്ഥ നിങ്ങൾക്കില്ല. ആ അവസ്ഥ സ്വയം ഉണ്ടാകാത്ത കാലത്ത് ഞങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കും, അല്ലെങ്കിൽ രക്ഷിതാക്കളെ നിയന്ത്രിക്കും, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ നിയന്ത്രിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നിയന്ത്രിക്കും എന്ന ഒരു ബോധം കുട്ടികൾക്ക് ഉണ്ടായാൽ തീർച്ചയായിട്ടും അവരത് മനസ്സിലാക്കും. നേരെ മറിച്ചാണ് നമ്മൾ എന്തെങ്കിലും കുറ്റം ചെയ്ത് 4 പെട്ട കൊടുക്കും. പെട്ട കൊടുത്തോടും കാര്യമില്ല. അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ നമ്മളുമായിട്ട് കൂട്ടുകൂടുന്ന, നമ്മളെ ഒപ്പം ചേർക്കുന്ന, കൈകോർത്ത് നമ്മളോടൊപ്പം ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ശരിയായി പോകും. നമുക്കൊന്നും സമയമില്ല. എവിടെ സമയം? നമ്മുടെ വീട്ടിലേക്ക് അച്ഛൻ വേറെ വഴിക്ക് ഒരു അമ്മ അങ്ങനെ പല വഴിക്ക് പോവാണ്. അപ്പൊ കുട്ടികൾക്ക് ഇതുവരെ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ പിടിച്ചിട്ടില്ല. ക്രിമിനൽസിന്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കുറച്ചൊക്കെ ക്രിമിനൽസിനെ പിടിക്കുമ്പോൾ ആദ്യമൊക്കെ അവർ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചോദ്യം ചെയ്ത് കുറ്റസമ്മതം നടത്തുന്നത് വരെയുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഹാർഷ്
ആയിട്ട് അവരോട് നടപടി ഉണ്ടാവും, കുറച്ച് ശക്തമായിട്ട് നടപടി ഉണ്ടാവും. പക്ഷേ അവരിതെല്ലാം കഴിഞ്ഞ് കേസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ പരിശോധിക്കും. എന്തുകൊണ്ടാണ് ഈ കുറ്റത്തിലേക്ക് വരാനുള്ള സാഹചര്യത്തിൽ നോക്കുമ്പോൾ എല്ലാ കേസുകളിലേക്കും അതിന്റെ പിന്നിൽ 99.9% ക്രൈമുകളുടെ പിന്നിലും സംഭവിക്കുന്നത് ഒരു ലഹരിയാണ്. അത് പ്രത്യക്ഷമായോ പരോക്ഷമായോ അതിലുണ്ടാവും. അപ്പൊ ഇതിനെ തടഞ്ഞു വെക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഇത് തടയേണ്ട കാര്യം വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും.